നമുക്ക് ഇന്നേ കുറച്ച് മത്തി കറിയും വെച്ച് അച്ചാറിടാന്ന് വിചാരിക്കും. നല്ല കുഞ്ഞൻ നെയ്മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാസിൻ്റെ അടുത്ത് നിശ്ചയം ഇന്നലെ എടുത്തുകൊണ്ട് വന്നാണ്. അപ്പം ഞാനത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ എൻ്റെ അടിയിലോട്ട്. നല്ല ടൈം എടുക്കും ചെയ്യാനായിട്ട്, കാരണം ചെറുതാണ്. അപ്പം ഇത് വെട്ടിയതിന് ശേഷം കാണാവേ. അപ്പം ഞാൻ ദാ കുറച്ചൊക്കെ വെട്ടിയിട്ടോ. ഇനി ഇതിനകത്ത് വെട്ടാൻ കിടപ്പുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. മീൻ അച്ചാറിന് വേണ്ടിയിട്ടുള്ളത് വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചു. മീൻ കറിക്കുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അച്ചാറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മീൻ കറി വെക്കാനുള്ളത്. അപ്പം എനിക്കൊരു കൊതി, നമ്മുടെ മീൻ ചട്ടിക്കകത്തോട്ടെ മീൻ കറി ഇന്നലത്തെ മുളക് കറി ഉണ്ടായിരുന്നേ, അതിനകത്തോട്ട് ഞാൻ ചോറിട്ട് നല്ല ചൂട് റേഷനരി ചോറ്. എനിക്ക് ഭയങ്കര ഇഷ്ടം റേഷനരിയുടെ ഈ ഒരു ചോറ്. അതും കഷ്ണം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഇത് കാണിച്ചു തരാം. നല്ല പാവയ്ക്ക അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതും കൂടെ കുഴച്ചിട്ട് ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ അതാ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ അരച്ച് വെച്ചതാണ്. അമ്മ അരച്ച് തന്നായിരുന്നു. അപ്പോൾ അത് കുറച്ചും ഇങ്ങോട്ടിട്ടിട്ട് മീനും ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് പുളിയിട്ട് തിളപ്പിക്കാവേ. അപ്പോൾ ഇതാ ഞാൻ അച്ചാറിനുള്ള മത്തി ഇതാ ജസ്റ്റ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രേ എടുത്തുള്ളൂ കുറച്ച്, കാരണം ഞാൻ ആദ്യമായിട്ട് തനിയെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ സക്സസ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ കയറി പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കാണാം. ഇവിടെ ദാ പരിപ്പ് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കാണാവേ. അപ്പോൾ ദാ ഞാൻ അച്ചാറിനുള്ള മീനെല്ലാം വറുത്തിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാവേ. അപ്പോൾ ഇതാ മസാലയെല്ലാം മൂപ്പിച്ച് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ മീൻ വറുത്തത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാവേ. അങ്ങനെ ഇതാ എൻ്റെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയില്ല. അപ്പം ഇതാണ് എൻ്റെ ചെറിയ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത് എരിവ് മറ്റേ കാശ്മീർ മുളക് പൊടി ഇട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇച്ചിരി കളർ തോന്നിക്കും. അപ്പം നമ്മുടെ ക്രിസ്റ്റീനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചൂടുണ്ട്, കാണുന്നില്ല നിന്റെ മുഖം. എന്താ ഒരിത്തിരി ഉപ്പ് മുന്നോട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് കുറച്ച് ഉപ്പുള്ള പോലെ തോന്നുന്നത്. പിന്നെ എല്ലാം പിടിച്ചൊക്കെ സെറ്റായി കഴിയുമ്പം റെഡിയാകും തോന്നുന്നു. എന്നാലും നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ബോട്ടിലേക്ക് മാറ്റാവേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.